വളരെ വളരെ സങ്കടമായിട്ടുള്ള വാർത്തകളാണ് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കേസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയപ്പെടുന്നു, ശരിക്കും പറഞ്ഞാൽ ഭയപ്പെടുന്നു. ഇത് അട്ടിമറിച്ച് പോകും, ഉറപ്പായിട്ട് അട്ടിമറിച്ച് പോകും. അതുകൊണ്ട് ഇന്ന് ആ സസ്പെൻഷന്റെ കാര്യവും പിന്നെ അതിന് കേസിന്റെ ബാക്കി കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. അതിനെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ആവലാതി പറയണം. അതുകൊണ്ടാണ് ശരിക്കും എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതിൽ. എനിക്ക് രാജീവ് സാറിനെ അത് കണ്ട് എൻ്റെ വിഷമങ്ങൾ പുള്ളിയെടുത്ത് പറയാം. ഞാൻ എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട്, ശരിയാ. ഞാൻ മുരളീധര സാറിനെ കണ്ടു, പുള്ളിയുടെ ഭാഗത്തുനിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സഹകരണം എനിക്കുണ്ടാകുന്നത്, വളരെ പോസിറ്റീവായിട്ടുള്ള. അപ്പോൾ എല്ലാവരെയും എപ്പോഴും ചെന്ന് ബുദ്ധിമുട്ടിക്കാനില്ല, അവർക്ക് വേറെ സമയമുണ്ട്. രാജീവ് സാറിനെ കാണുമ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, പറ്റുന്നില്ല. ഇന്ന് ഞാൻ കണ്ടു, അദ്ദേഹത്തിനോട് സംസാരിച്ചു. അദ്ദേഹം വളരെ രീതിയിൽ നല്ല പോസിറ്റീവായിട്ട് അദ്ദേഹം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ രീതിയിൽ ഇങ്ങനെ സഹായിക്കാന്നല്ല, ഇതിൽ സഹായമല്ല ഉള്ളത്. ന്യായത്തിന്റെ പേരിൽ പുള്ളി എന്നെ ഇതിൽ ഈ കേസിൽ സഹകരിക്കും. അതുകൊണ്ട് വേറെ ഇത് സഹായമോ അല്ലെങ്കിൽ സൗജന്യം ഒന്നുമല്ല. അത് മനസ്സിലാക്കുക. പുള്ളി കേസിൽ സഹകരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇതിന് പറഞ്ഞ മാതിരി ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് തന്നിരുന്നു, ഉറപ്പ് കൊടുത്തതാണ്. ഈ മാറ്റർ CBI ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. ഗവൺമെന്റ് ഓഫ് കേരള ഈ കേസ് CBIക്ക് റെഫർ ചെയ്യുന്നു, ഉറപ്പ് കൊടുത്തതാണ്. ഇന്നുവരെ ആ ഇഷ്യൂ CBIക്ക് എത്തിയിട്ടില്ല. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് ഇതുവരെ ഗവൺമെന്റ് ഓഫ് കേരളയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സസ്പെൻഷൻ വിഡ്രോവലിന്റെ ഒരു അറ്റംപ്റ്റ് എല്ലാം കാണുമ്പോൾ ഇതൊരു ടാമ്പറിംഗ് വിത്ത് എവിഡൻസ് മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒന്നും അലജ് ചെയ്യല്ല. എന്താണ് ഡിലേ? CBIക്ക് ഇത് കേസ് 24 മണിക്കൂറിൽ റെഫർ ചെയ്യുന്ന ഒരു സാധനമല്ലേ? എന്താണ് ഇതുവരെ പോവാത്തത്? ഒന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെ CBI ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന മുമ്പ് സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്ന ഒരു വൈസ് ചാൻസലറുടെ ഒരു മൂവ്? അതെന്തിനാ? മിന്നാന്ന് ഞാൻ ഇവിടെ ഒരു എഡ്യൂക്കേഷനിസ്റ്റിന്റെ സമ്മിറ്റിൽ വർത്തമാനം പറയുമ്പോൾ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു, ഇതെന്താണ് നമ്മുടെ നാട്ടിൽ 37% ഡിഗ്രി സീറ്റ്സിലെല്ലാം വേക്കൻസി? ഇതല്ലേ നമ്മളുടെ യൂണിവേഴ്സിറ്റീസും കോളേജസിലെല്ലാം ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ. കുട്ടികൾ പേടിച്ചിട്ട് കുട്ടികൾക്കിപ്പോ പേരൻസിനും കുട്ടികളെ കോളേജിൽ അയക്കണ്ട. അപ്പൊ സിദ്ധാന്തിന്റെ മരണവും സിദ്ധാന്തിന്റെ ഈ ട്രാജിക് ഡെത്ത് അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റുന്ന സാധനമല്ല. അതിനെ ഒരു രാഷ്ട്രീയത്തിന് അതിനെ ഒരു ഹൈഡ് ചെയ്തിട്ട് CBIയിൽ റെഫർ ചെയ്യുന്നെന്ന് പറയുന്നു. 3 ദിവസമായിട്ട് അത് റെഫർ ചെയ്തിട്ടില്ല. എന്നിട്ട് ഒരു സൈഡില് മറ്റൊരു സസ്പെൻഷൻ അലജ്ഡ് സ്റ്റുഡൻസിന് സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ്. അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു, ഇതിൽ ന്യായം വേണം. ഞങ്ങൾ ഇത് സമ്മതിക്കില്ല. ഇതിനെ ഒരു കാർപ്പറ്റിൽ അണ്ടർ സ്വീപ്പ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ ന്യായം കിട്ടിയേ പറ്റൂ. ഒരു കുട്ടി സിദ്ധാന്ത് പഠിക്കുന്നൊരു കുട്ടി, ആ കുട്ടീന്റെ മുമ്പ് എത്രയോ ഫ്യൂച്ചർ ഡ്രീംസ് ആൻഡ് വിഷനുള്ള ഒരു കുട്ടീനെ, ആ കുട്ടീന്റെ ഒരു ട്രാജിക് ഡെത്ത്, ആ ഡെത്തിനെ നമ്മൾ CBI കൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരുടെ ഈ ക്രിമിനൽസിനെയും ചെയ്ത ആൾക്കാരെല്ലാം ഒരു അണ്ടർ ലോ അവരെ പണിഷ് ചെയ്യുന്നത് ഒരു നമ്മുടെ റൂൾ ഓഫ് ലോന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ്. അപ്പോ ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇദ്ദേഹം പറഞ്ഞത് ഭയങ്കര കറക്റ്റാണ്, ശരിയാണ്. ഇങ്ങനെ നമ്മൾ ഈ കേസിനെ ഫുട്ബോൾ ചെയ്യാൻ സമ്മതിക്കില്ല. CBI ഇൻവെസ്റ്റിഗേഷൻ ഉടനെ തുടരണം. അത് സ്റ്റാർട്ട് ആവണ മുമ്പ് എവിഡൻസോ അതിന്റെ പിന്നെ പെർപെട്രേറ്റേഴ്സിന്റെ കൂടെ എവിഡൻസ് ടാമ്പറിങ്ങോ അവരെ പിന്നെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യോ അതൊന്നും ചെയ്യാൻ പാടില്ല. CBI ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമസ്കാരം.